പോവുകയാണ്. സുരേഷ് ഗോപി ഇതാ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ വോട്ടുള്ളത്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ അതിരാവിലെ തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. ലിഷോയ് ചേരുന്നു വിവരങ്ങളുമായി. അക്ഷയ, വോട്ട് ചെയ്യാൻ വന്നതാണോ അദ്ദേഹം, അതോ അറിയില്ല. നമുക്ക് ലിഷോയോട് തന്നെ ചോദിക്കാം. ദൃശ്യങ്ങളിൽ സുരേഷ് ഗോപിയെ കാണുന്നുണ്ട്. ലിഷോയ്, എന്താണ് അവിടെ ഏറ്റവും പുതിയ വിവരങ്ങൾ? നമ്മൾ ദൃശ്യങ്ങളിൽ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി തൃശ്ശൂരിന്റെ NDA സ്ഥാനാർത്ഥിയെ കാണുന്നുണ്ട്, സുരേഷ് ഗോപിയെ. വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയത് തന്നെയാണ്. മുക്കാട്ടുകര LP സ്കൂളിലെ 115-ാം നമ്പർ ബൂത്തിലാണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ടുള്ളത്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി അദ്ദേഹം നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് വോട്ട് മാറ്റിയിരുന്നു. അതായത് ഏകദേശം 4 വർഷത്തോളമായി മുക്കാട്ടുകരയിലെ നെട്ടിശ്ശേരിയിലെ വീട്ടിലാണ് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ എല്ലാം തന്നെ വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഭാര്യയും മക്കളും അമ്മയും ഉൾപ്പെടെ എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ആദ്യ വോട്ടറായി ഈ ബൂത്തിൽ സുരേഷ് ഗോപി തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്ന ബൂത്ത് 115-ാം നമ്പർ ബൂത്ത് മുക്കാട്ടുകരയിലെ LP സ്കൂൾ, അവിടേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഭാര്യയും മക്കളും എല്ലാവരും ഒത്തു തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ, അതായത് ഈ 4ാമത്തെ ക്രമ നമ്പറായാണ് സുരേഷ് ഗോപിയുടെ പേര് ഉള്ളത്. 3ാമത്തെ ക്രമ നമ്പറായി K മുരളീധരനും, 2ാമത്തെ ക്രമ നമ്പറായി K മുരളീധരനും, 3ാമത്തെ VS സുനിൽകുമാറുമാണ് ഉള്ളത്. എന്തായാലും ഈ 3 സ്ഥാനാർത്ഥികളും കടുത്ത അതായത് പോരാട്ടം നേരിടുന്ന ഒരു മണ്ഡലം എന്നുള്ള ഒരു പ്രത്യേകത കൂടി തൃശ്ശൂരിനുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപിയുടെ കുടുംബം ഉൾപ്പെടെ എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെയധികം ഒരു പോരാട്ടം നടക്കുന്ന, അല്ലെങ്കിൽ വളരെ കടുത്ത ഒരു പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം എന്ന സ്ഥിതിക്ക് തന്നെ എല്ലാ വോട്ടർമാരെയും ഏറ്റവും വേഗത്തിൽ, അല്ലെങ്കിൽ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരും തന്നെ ശ്രമിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും തന്നെ ശ്രമിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. എന്തായാലും അതിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ തന്നെ ആദ്യം തന്നെ എത്തിയിരിക്കുന്നു. ഈ സുനിൽകുമാർ അന്തിക്കാട് അല്പസമയത്തിനകം എത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ K മുരളീധരന് തിരുവനന്തപുരത്താണ് വോട്ട് ഉള്ളത്. ഇത്തരത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലൊരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 14,80,000-ത്തിലധികം വോട്ടുകളാണ് രേഖപ്പെടുത്താനായുള്ളത്. കഴിഞ്ഞ തവണ മികച്ച പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്നുള്ളത്. കാരണം അത്രയേറെ പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ തവണയും നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കഴിഞ്ഞ തവണ 77.8% പോളിംഗാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഉണ്ടായിരുന്നത്. അത് ഇത്തവണ മറികടന്നേക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് മുന്നണികൾ കണക്കൂട്ടുന്നത്. കാരണം അത്രയേറെ വോട്ടുകൾ, എല്ലാ മുന്നണികളും തങ്ങളുടേതായ വോട്ടുകൾ കൃത്യമായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അത് കൃത്യമായി പല മുന്നണികളും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഉൾപ്പെടെ വലിയ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ടും ഈ അഡ്രസ്സിൽ ഇല്ലാത്ത ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസും ഉന്നയിച്ചിരുന്നു. എന്തായാലും അതെല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും വോട്ടിംഗ് ഇന്ന് 7 മണിക്ക് ആരംഭിക്കാനിരിക്കെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് തുടർ ചലനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ ഇത് പരിശോധിക്കാനായി കൃത്യമായ സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി 5000-ത്തിലധികം പോലീസുകാരെയും ജില്ലയിലാകെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മോക്ക് പോളിംഗ് എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ബൂത്തിലോ തൊട്ടടുത്ത ബൂത്തുകളിലൊന്നും തന്നെ ഉള്ളതായി അറിവില്ല. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ പോളിംഗ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ശരി ലിഷോ, ഏതായാലും